ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട. ഞാൻ ഒറ്റയ്ക്കല്ല, ആലോചിച്ച് തീരുമാനിക്കണം. ഞങ്ങളത് ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഓരോ സംഭവത്തിന്റെയും പുരോഗതി അനുസരിച്ച് ഗൗരവം അനുസരിച്ച് തക്ക സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ അത് എങ്ങനെയാണ്, അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അല്ലേ, അത് നടന്ന കാര്യമാണ്. ഞാൻ അറിഞ്ഞില്ല, മനസ്സിലാക്കാം, വരട്ടെ. ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ചേരുന്നു. നിർഭൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദമാക്കിയത്? നിർഭൻ, എന്തൊക്കെ കാര്യങ്ങളാണ് സണ്ണി ജോസഫ് വിശദമാക്കിയത്? തീർച്ചയായും ഷമ്മി, നമ്മൾ നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലതവണ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യത്തെ സണ്ണി ജോസഫിന് വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതാണ് വാർത്താ സമ്മേളനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 3-3.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്നത്തെ KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരനും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും നേരത്തെ ഇരകളായിട്ടുള്ള പെൺകുട്ടികളും സമാനമായ അവസ്ഥ അനുഭവപ്പെട്ടിട്ടുള്ള പരാതികളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വരികയും അതുകൊണ്ട് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അത് മുതിർന്ന നേതാക്കളാണ്, സാധാരണ പാലക്കാടുള്ള പ്രാദേശിക പ്രവർത്തകർ മാത്രമല്ല ഇന്ന് നിലപാട് അല്പം മുമ്പ് നിലപാടിൽ ശക്തമായ നടപടി ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ മുൻകൊരു KPCC അധ്യക്ഷന്മാർ 2 പേർ, മുന്നൊരു പ്രതിപക്ഷ നേതാവ്, ഒപ്പം തന്നെ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ രാഹുലിൻ്റെ സംരക്ഷണ കവചം ഒരുക്കി എന്ന് പറയുന്നൊരു ദേശീയ നേതാവ് ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ പുനരാലോചന നടത്തണം എന്ന ആവശ്യവും നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ പറഞ്ഞിരുന്നു. അന്ന് VD സതീശനാണ് ഒറ്റ വാശിയോടുകൂടി നിന്ന് രാഹുലിനെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പെട്ട നിർണായകമായൊരവസ്ഥയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തുടർന്നാണ് ഇപ്പോൾ അതിജീവിത അനുഭവിക്കുന്നത് അടക്കമുള്ള പുതിയ പരാതികൾ വരുന്നത്. അന്ന് തന്നെ KPCC അധ്യക്ഷന് ഈ പരാതി ലഭിച്ചിരുന്നു. അന്നത്തെ KPCC അധ്യക്ഷനാണ് ലഭിച്ചത്. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ എല്ലാവർക്കും അറിയാം. ഒപ്പം തന്നെ പുതിയ പരാതി അതിജീവിത മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് പരാതി നൽകിയതിന് പുറമെ 27 നവംബർ മാസം 27 മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പോയി ഈ പെൺകുട്ടി പരാതി നൽകുന്നത്. അന്ന് അതിൻ്റെ പിറ്റേന്ന് തന്നെ ഈ പരാതി ഇമെയിൽ സന്ദേശം വഴി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് AICC അധ്യക്ഷനും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ പരാതിയുടെ പകർപ്പ് ഇമെയിൽ സന്ദേശം വഴി അയച്ചിരുന്നു. പക്ഷേ ആ പരാതിയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള നിലപാടും തുറന്നു പറയാൻ ഇതുവരെ KPCC അധ്യക്ഷനോ സണ്ണി ജോസഫോ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസം വരെ തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് പറയുന്നത് ആൾറെഡി നിലവിൽ DGPക്ക് പരാതി ഫോർവേഡ് ചെയ്യുകയും മുഖ്യമന്ത്രിക്ക് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ പരാതി നൽകാതിരുന്നത് എന്ന വാദമാണ്. പക്ഷേ അതേ KPCC അധ്യക്ഷനും തന്നെ കോൺഗ്രസ് നേതാക്കളും തന്നെ പറഞ്ഞു ഈ പരാതി എന്തിനാണ് ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് കൊണ്ടു കൊടുത്തത് എന്ന ചോദ്യം രാഷ്ട്രീയപരമായി അവർ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോഴും അതേ പരാതിക്കാരി തങ്ങൾക്കും ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം എന്തുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നില്ല? ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ലൈംഗിക ആരോപണം നടന്നാൽ തങ്ങൾ സ്വാഭാവികമായി പരാതി ലഭിച്ചാൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക. കഴിഞ്ഞ ദിവസം നൽകിയ യുവതിയുടെ പരാതി നമ്മൾ ഉടൻ തന്നെ പോലീസ് DGPക്ക് പരാതി ഫോർവേഡ് ചെയ്യുകയാണുള്ളത്. ആ ചെയ്ത ശേഷം അവരുടെ മെയിലിലേക്ക് തങ്ങൾ ഇങ്ങനെ DGPക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് റിപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന കാര്യം സണ്ണി ജോസഫ് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നിലവിൽ പ്രതി ഒളിവിലാണ്. കേരള രാഷ്ട്രീയത്തിൽ സജീവമായി വിഷയം ചർച്ച ചെയ്യുന്നു. വലിയ തരത്തിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാകുന്നു. കുറ്റക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്രയും കാലം സംരക്ഷിച്ചതിൽ വലിയ തരത്തിലെ തിരിച്ചടി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യഘട്ടത്തിൽ കേവലം 5 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ കോൺഗ്രസ് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഈ വാദമുഖം ഇപ്പോൾ നിരത്തേണ്ടി വരുന്നത്. പക്ഷേ നിലവിൽ കഴിഞ്ഞ വർഷങ്ങളായി റിനി എന്ന ചലച്ചിത്ര നടി ഇത് ആദ്യമായി ഉന്നയിക്കുമ്പോൾ തന്നെ അവർ പ്രതിപക്ഷ നേതാവിനോട് വ്യക്തിബന്ധമുള്ളതുകൊണ്ട് തന്നെ രേഖാമൂലവും നേരിട്ടും താൻ നേരിട്ട ദുരനുഭവങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് രാഹുലിനെതിരെ സംഘടന അച്ചടക്ക നടപടി സസ്പെൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ അത് ഡിനേ ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നാളിതുവരെ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്, അദ്ദേഹത്തെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നത്, കോൺഗ്രസിൻ്റെ സ്റ്റാർ പ്രചാരണ ക്യാമ്പയിനറായി എല്ലായിടത്തും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, മാധ്യമരംഗത്ത് വക്താവായി മാധ്യമങ്ങളെ കാണാനുള്ള ഔദ്യോഗിക വക്താവായി KPCC തീരുമാനിച്ചിരുന്നത് ഒക്കെ ഇത്തരത്തിൽ പരാതികൾ ഉള്ളപ്പോൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് അവസാന പരാതിയിലും നിലവിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഷമ്മി, നൃപൻ, ഇപ്പോൾ ഇവരുടെ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നതാണ് കോൺഗ്രസിൻ്റെ
അവസാനത്തെ നടപടി എന്നുള്ളതാണ്. ഇയാൾ MLA സ്ഥാനം രാജിവെക്കണമെന്ന് അവർക്ക് അഭിപ്രായമില്ല, ഇയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള അഭിപ്രായം ഇല്ല. ഇപ്പോഴും അവർ പറയുന്നത് ഈ ആദ്യഘട്ടത്തിൽ എടുത്ത ഒരു സസ്പെൻഷൻ, അതിൻ്റെ ഔദ്യോഗികമായ ഒരു റിലീസ് പോലും ഇതുവരെ ആരും കണ്ടവരില്ല. അതിനുശേഷമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ സസ്പെൻഷനിൽ നിൽക്കുന്ന ആളാണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്, അവിടുത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്, അവിടുത്തെ മറ്റ് പരിപാടികൾക്കാകെ നേതൃത്വം നൽകുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ സസ്പെൻഷനെ എന്തുമാത്രം വകവെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. ഇത് സംബന്ധിച്ച് KC വേണുഗോപാലിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? അതൊക്കെ പ്രാദേശികമായിട്ടുള്ള തീരുമാനങ്ങളാണ്, ഞങ്ങൾക്കതിലൊന്നും ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ്. ഷമി, കോൺഗ്രസിൻ്റെ അച്ചടക്ക നടപടി പറയുമ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു അച്ചടക്കം ഇപ്പോഴുണ്ടോ, അങ്ങനെ ഭരണഘടന അനുസരിച്ച് അച്ചടക്ക നടപടി കോൺഗ്രസ് എടുക്കാറുണ്ടോ എന്ന കാര്യം കോൺഗ്രസ് നേതാക്കളാണ് ചർച്ച ചെയ്യേണ്ടത്. ജനങ്ങളും അത് തിരിച്ചറിയുന്നുണ്ട്. അച്ചടക്ക നടപടിയിൽ കൃത്യകാലഘട്ടം, അതായത് പരമാവധി ഒരു സസ്പെൻഷൻ 6 വർഷമാണ്. ഈ 6 വർഷത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്താൽ, നിശ്ചിത കാലാവധിയിലേക്ക് പുറത്താക്കുകയോ ചെയ്താൽ, പാർട്ടി നടപടിയെടുത്താൽ അത് രേഖാമൂലം ആ നടപടിയെടുക്കുന്ന ആളിനോട് നൽകും. മാത്രമല്ല, അദ്ദേഹത്തിനോട് സസ്പെൻഡ് ചെയ്യാൻ ആദ്യം വിശദീകരണം നൽകും. ആ സസ്പെൻഡ് ചെയ്ത ശേഷം ആ ഉത്തരവ് ഈ നടപടിയെടുക്കുന്ന വിധേയനാകുന്ന ആൾക്ക് നൽകും. മാത്രമല്ല, അയാൾക്ക് തിരിച്ച് വിശദീകരണം നൽകാനുള്ള അവസരവും നൽകും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മേൽ കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ അയാൾ MLA ആയതുകൊണ്ട് KPCC അംഗമായതുകൊണ്ട് അദ്ദേഹത്തിന് മേൽ കമ്മിറ്റിയായ ദേശീയ കമ്മിറ്റി AICCക്ക് അയാൾക്ക് അപ്പീൽ പോവാം. ഇതിന് പോകണമെങ്കിൽ ഈ നടപടി സുതാര്യമാകണം. നടപടി പ്രിൻ്റ് ചെയ്ത് ഉത്തരവ് ഈ കൺസേൺഡ് കക്ഷിക്ക് നൽകണം. KPCCയുടെ നടപടി തന്നെ ഏറ്റവും വിചിത്രമാണ്. കാരണം KPCC അച്ചടക്ക നടപടിയെടുത്ത നേതാവിനെ അറിയിച്ചിട്ടില്ല, അച്ചടക്ക നടപടിയുടെ ഉത്തരവ് വന്നിട്ടില്ല, എത്ര കാലത്തേക്കാണ് അച്ചടക്ക നടപടി എന്ന് പറഞ്ഞിട്ടില്ല, പരമാവധി നടപടിയാണോ എന്ന് വിശദമാക്കിയിട്ടില്ല, എന്തിൻ്റെ പേരിലാണ് നടപടിയെന്ന് നടപടിക്ക് വിധേയനായ ആളെ അറിയിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? സേഫായൊരു സാധനമാണ്. അതായത് പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ KPCC നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ നടപടിയെടുത്തു. എന്നാൽ MLA പദവി രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞതെന്താണ്? MLA പദവി സസ്പെൻഷൻ നടപടിയെടുത്താൽ പാർട്ടി അംഗത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചയാൾ രാജിവെക്കണോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് അയാളുടെ വിവേചനാധികാരമാണ് എന്നതാണ്. അങ്ങനെ തികച്ചും വിചിത്രമായി, അങ്ങനെയാണെങ്കിൽ KPCC തീരുമാനിച്ച ആളല്ലേ നൃപൻ? അത് മാത്രമല്ല, അതിലും രസകരമായ ഒരു വ്യാഖ്യാനം കൂടി നൽകി. അതായത് ഈ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് ഇയാളിൽ മേൽ ഒരു അധികാരവുമില്ല, അതുകൊണ്ട് ഈ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്നൊരു വാദം കൂടി ഇന്നലെ ഒരു നേതാവ് പറയുന്നത് കേട്ടു. ഇന്ന് സണ്ണി ജോസഫ് മാത്രമല്ല, അടൂർ പ്രകാശ് തുടർച്ചയായി നേരത്തെ കുറച്ച് ഒരു പടി കൂടി കടത്തി സ്ഥിരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം അടക്കം മുൻപ് പറഞ്ഞത് സസ്പെൻഷൻ പാർട്ടി ഉചിതമായ നടപടിയെടുത്തു, ഇനി ബാക്കി കാര്യങ്ങൾ സംബന്ധിച്ച് ഇനി പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന നിലപാട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞിരുന്നു. സ്ഥിരമായി കൈരളിയുടെ ചോദ്യങ്ങൾക്ക്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് 27 തവണയോ 28 തവണയാണ് ഈ നോ കമൻറ്റ് എന്ന വാക്ക് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴിഞ്ഞു മാറിയത്. ലോകത്ത് നടക്കുന്ന സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളിലും ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്ന ഒരാളാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ആ കാര്യത്തിൽ എനിക്ക് വലിയ ബഹുമാനമുണ്ട്. കാരണം അദ്ദേഹത്തിന് വലിയ വായനയും എഴുത്തും ഈ സംവാദവും ഒക്കെ അനുഭവ പരിചയമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ചോദിക്കുക മാത്രം നോ കമൻ്റാണ്. പ്രത്യേകിച്ച് കൈരളി ചോദിച്ചാൽ അദ്ദേഹം നോ കമൻറ്റ് എന്ന് പറഞ്ഞ് നോ കമൻസ് എന്ന മറുപടി പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും നൃപൻ, ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയില്ല. കാരണം ഒരുപക്ഷേ ഈ കൈകൊണ്ട് വളർത്തിയ തന്നെ ഉദകക്രിയ ചെയ്തു എന്ന് പറയുന്നത് പോലെ താൻ വളർത്തിയ 2 പേർ ചേർന്ന് തനിക്കിട്ട് ഇതുപോലെ ഒരു പണി തരും എന്ന് VD സതീശൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണില്ല. പെയ്ഡ് ചില യൂട്യൂബർമാരെ കൊണ്ട് അദ്ദേഹത്തിനെതിരെ പറഞ്ഞ അധിക്ഷേപങ്ങൾ ഏത് ഗംഗയിൽ മുങ്ങി കുളിച്ചാലാണ് അതിൻ്റെ ആ നാറ്റം പോവുക നൃപൻ? അത്രമാത്രം വലിയ സൈബർ അറ്റാക്കല്ലേ അദ്ദേഹം നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയാത്തതിൽ അത്ഭുതമൊന്നുമില്ല. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായി പ്രതിരോധത്തിലാകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. കാരണം പ്രതിക്കൂട്ടിലാവുന്നത് എന്തുകൊണ്ട്? ഈ പരാതികൾ നേരത്തെ ലഭിച്ചപ്പോൾ തന്നെ ആ കാലത്ത് നടപടിയെടുക്കാതെ ഇദ്ദേഹത്തെ ഒപ്പം നടന്ന്, അപ്പോൾ റീൽസ് രാഷ്ട്രീയമായിരുന്നല്ലോ അന്ന് തന്നെ, ഇവരൊന്നിച്ച് ട്രെയിനിൽ സഞ്ചരിക്കുന്നത്, പരസ്പരം കെട്ടിപ്പിടിക്കുന്നത്, ആശ്ലേഷിക്കുന്നത്, ഗുരുവിൻ്റെ അടുത്ത്. തീർച്ചയായിട്ടും നൃപൻ, ഇതെല്ലാം ഈ നാട് കണ്ടതാണല്ലോ.